ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ചൂടല്ലേ, പൊള്ളിപ്പോകുന്ന ഈ ചൂടിൽ ഉള്ളൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് വാനില ഐസ്ക്രീം. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി നമ്മളിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അത് നമ്മൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ബീറ്റാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് വാനില ഐസ്ക്രീം. അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന പഞ്ചസാര മുഴുവനായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ അങ്ങ് തിക്കാക്കി എടുക്കേണ്ട. ഈ ഒരു പരുവത്തിൽ മതി, ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വാനിലയുടെ ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. വാനില എസൻസ് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനിവിടെ കാച്ചി വെച്ചിരിക്കുന്ന 1 കപ്പ് പാലാണ്. കാച്ചിയത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നമ്മുടെ പഴയ ഐസ്ക്രീമിൻ്റെ ബോട്ടിലോ വല്ലതും ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ല എങ്കിൽ ഇതുപോലൊരു കണ്ടെയ്നർ എടുക്കാം. അതിലേക്ക് നമ്മളിതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രീസറിലോട്ട് മാറ്റി കൊടുക്കാം. ഒരു 6 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം. അപ്പം നമുക്കൊന്ന് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഐസ്ക്രീം ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് നല്ല അണക്ക് സെറ്റായിട്ടുണ്ട്. ഈ ചൂടത്ത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ശരീരവും മനസ്സും ഒക്കെ ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐസ്ക്രീമാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയെടുക്കാം. ഞാൻ ഇതുപോലുള്ളൊരു സ്പൂൺ ഉപയോഗിച്ചാണ് കോരിയെടുക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്പം ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്